കെ.ജി.എഫ്, സലാർ എന്നീ സിനിമകളുടെ ഇന്ത്യയിലുടനീളം ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനാണ് പ്രശാന്ത് നീൽ. തെലുങ്ക് താരം ജൂനിയർ എൻ.ടി.ആറിനൊപ്പം അദ്ദേഹം ഒരുക്കുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ആ സിനിമയിൽ നടൻ ടൊവിനോ തോമസും ജോയിൻ ചെയ്തതായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ചിത്രത്തിൽ ടൊവിനോ ഗേ ഷെയ്ഡുള്ള കഥാപാത്രം അവതരിപ്പിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട്. ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. പ്രശാന്ത് നീലിനൊപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിർദ്ദേശം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. 360 കോടി ബജറ്റിലാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്നാണ് വിവരം. സിനിമയിൽ ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അനിമൽ എന്ന സിനിമയിൽ നടന്റെ വില്ലൻ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സിനിമയിലെ അണിയറ പ്രവർത്തകർ പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ രശ്മിക മന്ദാന നായികയാകുമെന്ന് റിപ്പോർട്ടുണ്ട്. ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേരും എന്ന് റിപ്പോർട്ടുകൾ. പ്രവാസിനെ നായകനായി ഒരുക്കിയ സലാർ പാർട്ട് 1 ആണ് പ്രശാന്ത് നീലിന്റെ അവസാനമിറങ്ങിയ സിനിമ. 2023 ക്രിസ്മസ് റിലീസായ സലാർ എത്തിയത്. ഡിസംബർ 22 എത്തിയ ചിത്രം ഒരു വർഷം പിന്നിടുന്ന വേളയിൽ സോഷ്യൽ മീഡിയ വീണ്ടും ട്രെൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിണ്ടാഗൂർ, കെ രാമു എന്നിവർ ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത്. പ്രവാസിനൊപ്പം പൃഥ്വിരാജും സലാറിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു.